കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി. ഇതുപോലെയാണ് അഖിൽമാരാർ കോൺഗ്രസിൻ്റെ പിന്നെ ബാനറിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നതായിരുന്നു. പക്ഷേ ആ സീറ്റ് ആയിഷ പൂറ്റി കൊണ്ടുപോയി. അപ്പോൾ പിന്നെന്താ ചെയ്യാൻ പറ്റുക? കുറേ നാളായിട്ട് വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ കൂടി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വരുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, CPM ചാടിയ ആയിഷ പൂറ്റിയെ കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇനി രക്ഷയില്ല. അതുകൊണ്ട് കളം മാറ്റി നേരിട്ട് NDAയിൽ പോകാനൊരു ചമ്മൽ കാണുമല്ലോ. അതുകൊണ്ട് ആദ്യം 2020 ചേരുന്നു. 2020 ഇപ്പം എന്താ BJPയുടെ ഭാഗമാണല്ലോ. അപ്പം ആദ്യം അങ്ങനെ 2020 ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അഖിലിൻ്റെ കുബുദ്ധിയെ പറ്റി. അങ്ങനെയാണല്ലോ ബിഗ് ബോസ് ജയിച്ചത്. സ്വന്തം ഭാഗം, അതിപ്പം എന്താ പറയുക, കള്ളത്തരമാണെങ്കിലും എന്താണെങ്കിലും സ്വന്തം ഭാഗം ന്യായീകരിച്ച് വിജയിക്കാൻ, വെള്ളപൂശാൻ അഖിലിനൊരു പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് ഈ കളമാറ്റവും എല്ലാം ന്യായീകരിച്ച് നല്ലോണം വെളുപ്പിക്കും. എല്ലാവർക്കും അറിയാതെ സ്വന്തം ഭാഗത്ത് ശരിയാണെന്നുള്ളത് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കും. അതിനൊരു പ്രത്യേക എന്താ പറയുക, പറഞ്ഞ് ജയിക്കാനൊരു പ്രത്യേക കഴിവ് അഖിലിനുണ്ട്. അത് തന്നെയാണല്ലോ ബിഗ് ബോസിലും കണ്ടത്. ആൾക്കാരെ പറ്റിക്കാൻ നല്ല കഴിവാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 2020 ചേർന്ന പാട് തന്നെ എതിരാളിയായ ആയിഷ പൂറ്റിക്കെതിരെ ഒരു വ്യാജ പ്രചരണവും അങ്ങ് അയച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ആയിഷ പൂറ്റി അത് CPMൻ്റെ തലയിലാണ് വെച്ചത്. CPM ആണ് അഖിൽമാരെ കൊണ്ട് ചെയ്യിച്ചതെന്ന്. പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റും അത് CPM ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. എതിരാളിക്കെതിരെ എന്ത് വെടി പൊട്ടിക്കണമെന്ന് അഖിൽമാരാർക്ക് കൃത്യമായിട്ടറിയാം. ഒന്നാമത് ആയിഷ പൂറ്റി CPM പോയത് കൊണ്ട് അവരോടൊരു അനിഷ്ടം CPMമാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്പറും കൂടി ഇടുമ്പം എല്ലാ ഭാഗത്തു നിന്നും ആയിഷ പൂറ്റിക്ക് എതിരായിട്ടൊരു പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളത് അഖിലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അഖിൽ 2020 ചേർന്ന പാട് തന്നെ ആയിഷ പൂറ്റിക്കെതിരെ ഒരു വെടി പൊട്ടിച്ചത്. അപ്പം ഇനി അവിടെ ഒരു എന്താ പറയുക, ശക്തമായ ഒരു മത്സരം ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ PR വർക്കൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് ജയിച്ച പോലെയൊന്നും അല്ലല്ലോ. ഇതിനെക്കുറിച്ച് നല്ലപോലെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാവുന്ന കണ്ടറിയാം. ഒരു എന്താ പറയുക, ബിഗ് ബോസിൽ വന്ന് കുറച്ച് ഫാൻസ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മതിയാവില്ല ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയണം ആര് ജയിക്കുമെന്നുള്ളത്. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ അഖിലിനുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്നേരം തന്നെ നടത്തി. അതായത് ബിഗ് ബോസിലെ ആ ഒരു ഫെയിം വെച്ച് ഈ രാഷ്ട്രീയത്തിലിറങ്ങി വിജയിക്കാം എന്നൊരു ധാരണ അഖിലിനുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. എന്താ പറയുക, സീസൺ 5 അഖിൽമാരാർ വിന്നറായത്. ഇപ്പം സീസൺ 7 കഴിഞ്ഞു. അപ്പോൾ ഈ 2 വർഷക്കാലം എന്ന് വെച്ചാൽ അഖിൽ ആ ഒരു ഫെയിം നിലനിർത്താൻ വേണ്ടി വളരെ എപ്പോഴും ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് PR വർക്ക് കൊടുത്തിട്ടാണോ എന്താണെന്ന് എനിക്കറിയാം, വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും എങ്ങനെയായാലും തൻ്റെ പേര് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി അഖിലൊരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം അഖിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ ന്യൂസ് വരും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഓൺലൈൻകാർ ദേ അഖിലേട്ടൻ അത് ചെയ്ത് കണ്ടു, അഖിലേട്ടൻ ഇങ്ങോട്ട് നോക്കിയത് കണ്ടു, അഖിലേട്ടൻ മറ്റേത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം ഓൺലൈൻ ചാനലുകളിൽ ഈ അഖിൽ എന്ത് ചെയ്താലും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, ഏത് വള്ളിക്കേസുകളും കയറി പിടിച്ച് അതിനെപ്പറ്റി സംസാരിച്ച് വിവാദമാക്കുന്ന ഒരു പ്രകൃതവും കൂടി അഖിലിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ എന്താ പറയുക, ഈ ലൈം ലൈറ്റിൽ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും തൻ്റെ പേരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി അഖിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ വിവാദമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാത്തിലും കയറി ഇടപെടും. ഇപ്പം നമുക്കറിയാം, ദിലീപിൻ്റെ കേസ് വരുമ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു, പൃഥ്വിരാജിനെതിരെ സംസാരിക്കുന്നു. അപ്പം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തിരിച്ചങ്ങോട്ട് സംസാരിക്കുന്നു, ഇങ്ങോട്ട് സംസാരിക്കുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇപ്പോൾ സീസൺ 6 വന്ന സമയത്ത് അവിടെ ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കയറി തലയിടുന്നു. അഖിൽ അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പ്രൊഡ്യൂസർക്ക് തിരിയുന്നു. എന്താ പറയുക, എങ്ങനെയെങ്കിലും വിവാദം അങ്ങനെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് അഖിൽ അഭിനയിച്ച സിനിമ പൊട്ടിപ്പാളീസായതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രൊഡ്യൂസർ വരിക വരെ ചെയ്തു. അപ്പോൾ എല്ലാ കാര്യത്തിലും പിന്നെ അഖിൽ ആ ഒരു തൻ്റെ പേര് ലൈം ലൈഫിൽ നിൽക്കാൻ വേണ്ടി നല്ല ശ്രമിച്ചിട്ടുണ്ടെന്ന് വ്യക്തവും.
ചില സമയം അതിലും ഒരു PR കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലാതെ ഇയാൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോഴും ഓൺലൈൻ ചാനലുകാർ ഇയാളെപ്പറ്റി ഇങ്ങനെ തുരുതുര ഒരു കമൻറ്റ് ചെയ്താൽ പോലും തുരുതുര ഇയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും അല്ലേ? അങ്ങനെ ഈ നടന്മാരൊക്കെ സിനിമ നടന്മാരൊക്കെ PR ചെയ്തിട്ട് തന്നെയാണല്ലോ അവരെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അഖിലും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ CCL ക്രിക്കറ്റിലും അഖിലുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഓരോ സംസാരിച്ച് നമ്മളെ ഒരു ഫെയിം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അന്നേ ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക, ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡ് അന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഖിലിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അയാൾ എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പം ആദ്യമേ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന് പുറകെ നടന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇപ്പം 2020 ചേർന്നു. അപ്പോൾ അന്നേ എന്താ പറയുക പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഇപ്പം നടപ്പിലാക്കുന്നത്.